ഈ ഡിസംബർ മാസം നമുക്ക് ലോഞ്ച് ആകാൻ പോകുന്നത് പുതിയ സ്മാർട്ട് ഫോണുകളെയൊക്കെ നോക്കാം. സ്മാർട്ട് ഫോണുകൾ എന്ന് പറയുമ്പോൾ ഒരു 20,000 പ്രത്യേകിച്ച് താഴെയുള്ള ഫോണുകൾ, അതുപോലെ തന്നെ ഒരു 30,000 താഴെയുള്ള ഫോണുകൾ, പിന്നെ നമുക്ക് ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ, അങ്ങനെ ഒരു മൂന്നായിട്ട് നമുക്ക് തിരിച്ചിട്ട് വീഡിയോ ചെയ്യാം. 20,000 പ്രത്യേകിച്ച് താഴെയുള്ള ഫോണുകളെയൊക്കെ നോക്കാം. സാധാരണ ഡിസംബർ മാസത്തിൽ അങ്ങനെ ഫോണുകളൊന്നും അധികം ലോഞ്ച് ആകാറില്ല. പക്ഷേ ഈ വർഷം ഇഷ്ടം പോലെ ഫോണുകൾ ലോഞ്ച് ആവുന്നുണ്ട്. റെഡ്മിയുടെ നോട്ട് 14 6.67 ഇഞ്ച് വരുന്ന OLED പാനലാണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മീഡിയടെക്കിന്റെ ഡിമെൻസിറ്റി 7025 അൾട്ര എന്ന് പറയുന്ന പ്രോസർ വരുന്നുണ്ട്. 6GB അല്ലെങ്കിൽ 8GB റാം വേരിയന്റുകൾ വരുന്നുണ്ട്. LPDDR4X റാം ആണ് വരുന്നത്. 128GB ആണ് ബേസ് മോഡലിൽ വരുന്നത്. സ്റ്റോറേജ് വരുന്നത് UFS 2.2 ആണ്. 50 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസറും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5110 mAh ആണ് ബാറ്ററി വരുന്നത്. അതിൽ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 ഫോൺ വരുന്നത്. ഹൈപ്പർ OS ആണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകളും ആൻഡ്രോയിഡ് 15 വരുന്നത്. ആൻഡ്രോയിഡ് 16 വരെ ലോഞ്ച് ആകാറായി. ആ സമയത്താണ് ആൻഡ്രോയിഡ് 14 ഈ ഫോൺ ലോഞ്ച് ആകുന്നത്. അതൊരു നെഗറ്റീവ് തന്നെയാണ്. ഡിസംബർ 9 ഫോൺ ലോഞ്ച് ആകുന്നത്. ഇതിൻ്റെ പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് 15,000 അല്ലെങ്കിൽ 18,000 ആണ്. എന്തായാലും റെഡ്മിയുടെ നോട്ട് 14 സീരീസ് പണ്ട് നമ്മളെല്ലാവരും നോക്കിയിരുന്ന സാധനമാണ്. പക്ഷേ ഇപ്പോൾ ആ പ്രൈസിലൊക്കെ ഇഷ്ടംപോലെ നല്ല ഫോണുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര പേര് എക്സൈറ്റഡ് ആണെന്നറിയില്ല. എന്തായാലും ലോഞ്ച് ആകട്ടെ. റെഡ്മി നോട്ട് 14 സീരീസ് ഇറക്കുമ്പോഴത്തേക്കും റിയൽമിക്ക് നോക്കിയിരിക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ട് തന്നെ റിയൽമി പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ട്. റിയൽമി 14X എന്നാണ് ഫോണിൻ്റെ പേര്. ഇതിൽ ഡിസ്പ്ലേ വരുന്നത് 6.72 ഇഞ്ചാണ്. IPS LCD പാനലാണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, ഇത് AMOLED ഡിസ്പ്ലേ അല്ല, LCD പാനലാണ് വരുന്നത്. പ്രോസസർ നോക്കാനാണെന്നുണ്ടെങ്കിൽ മീഡിയടെക്കിന്റെ ഡിമെൻസിറ്റി 6100+ എന്ന് പറഞ്ഞ പ്രോസസർ വരുന്നുണ്ട്. 6GB അല്ലെങ്കിൽ 8GB റാം വരുന്നുണ്ട്. LPDDR4X ആണ് റാം വരുന്നത്. ബേസ് മോഡൽ വരുന്നത് 128GB ആണ്. സ്റ്റോറേജ് നോക്കാനാണെന്നുണ്ടെങ്കിൽ UFS 2.2 ആണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസറും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. സെൽഫി ക്യാമറ നോക്കാനാണെന്നുണ്ടെങ്കിൽ 8 മെഗാ പിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. 5000 mAh ബാറ്ററിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 15 വരുന്നത്. ആൻഡ്രോയിഡ് 14 അല്ല, ആൻഡ്രോയിഡ് 15 ഫോൺ വരുന്നത്. റിയൽമി UI 6 ആണ് ഫോണിനകത്ത് വരുന്നത്. ഇതിന്റെ ലോഞ്ച് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഡിസംബർ അവസാനത്തോടെയൊക്കെ ഫോൺ ലോഞ്ച് ആവും. ഫോണിന്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് വരുന്നത് 12,000 അല്ലെങ്കിൽ 14,000 ആ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും പ്രോസസർ അത്ര നല്ലതാണെന്നും പറയാൻ പറ്റില്ല. അതിലും നല്ല പ്രോസസറുള്ള ഫോണുകൾ വരുന്നുണ്ട്. ഇനി അടുത്തൊരു ഫോൺ നോക്കാനാണെന്നുണ്ടെങ്കിലും അതും റിയൽമിയുടെ ഒരു ഫോൺ തന്നെയാണ്. റിയൽമി 14 6.72 ഇഞ്ച് വരുന്ന സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പ്രോസസർ നോക്കാനാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 7S Gen 3 എന്ന് പറഞ്ഞ പ്രോസസർ വരുന്നുണ്ട്. 6GB അല്ലെങ്കിൽ 8GB റാം വരുന്നുണ്ട്. LPDDR4X ആണ് റാം വരുന്നത്. ബേസ് മോഡലിൽ 128GB ആണ് വരുന്നത്. സ്റ്റോറേജ് നോക്കാനാണെന്നുണ്ടെങ്കിൽ UFS 2.2 ആണ് സ്റ്റോറേജ് വരുന്നത്. 50 മെഗാ പിക്സലാണ് മെയിൻ ക്യാമറ വരുന്നത്. 16 മെഗാ പിക്സൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാ പിക്സൽ വരുന്ന മാക്രോ ലെൻസും വരുന്നുണ്ട്. അതുപോലെ തന്നെ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും അതുപോലെ തന്നെ 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 15 വരുന്നത്. റിയൽമി UI 6 ആണ് വരുന്നത്. ഈ ഫോണും ലോഞ്ച് ആകുന്നത് ഡിസംബർ അവസാനത്തോടു കൂടിയാണ്. ഇതിൻ്റെ പ്രതീക്ഷിക്കാവുന്ന പ്രൈസ് എന്ന് പറയുന്നത് 20,000 രൂപയാണ്. മേ ബി 20,000 എന്നുള്ളത് 22,000 വരെയൊക്കെ പോകാം. ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ലോഞ്ച് ആകുന്നതെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഫോണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത ഫോൺ നോക്കാനാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയുടെ G35 എന്ന ഫോണാണ്. 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ വരുന്നത്. 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. അതുപോലെ തന്നെ 60 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5000 mAh ആണ് ഫോണിൽ ബാറ്ററി വരുന്നത്. അതുപോലെ തന്നെ 20 വാട്ടിൻ്റെയാണ് ഫാസ്റ്റ് ചാർജർ വരുന്നത്. 4GB റാമും 128GB മെമ്മറിയാണ് ബേസ് മോഡലിൽ വരുന്നത്. Gorilla Glass 3യുടെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ IP52 റേറ്റഡ് ആണ്. വീഗൻ ലെതർ ഡിസൈനൊക്കെ വരുന്നുണ്ട് മോട്ടറോളയുടെ. എടുത്തു പറയേണ്ട കാര്യം ഇതിനകത്ത് പ്രോസസറാണ്. യൂണിസോക്കിൻ്റെ T760 എന്ന പ്രോസസറാണ് വരുന്നത്. സാധാരണ യൂണിസോക്കിൻ്റെ പ്രോസസർ പറയുമ്പോൾ അത്ര നല്ല പ്രോസസറൊന്നുമല്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് 4.5 ലക്ഷത്തോളം ആൻഡ്രോയിഡ് സ്കോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ലോഞ്ച് ആകാൻ പോകുന്നത് ഡിസംബർ 10 ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 10,000 രൂപ താഴെ ലോഞ്ച് ആവുമെന്നാണ് പറയുന്നത്. മാക്സിമം പോയ ഒരു 12,000 രൂപ. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ലോഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബൈ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ മാസം 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ താഴെ നമുക്ക് ഈ ഫോണുകളൊക്കെയാണ് ലോഞ്ച് ആകുന്നത്. നമുക്കിനി 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ താഴെ വരുന്ന ഫോണുകളെയൊക്കെ നോക്കാം. ആദ്യത്തെ ഫോൺ നോക്കാനാണെന്നുണ്ടെങ്കിൽ റെഡ്മിയുടെ തന്നെ നോട്ട് 14 Pro ആണ് വരുന്നത്. 6.67 ഇഞ്ച് വരുന്ന OLED പാനലാണ് വരുന്നത്. 1.5K റെസൊല്യൂഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പ്രോസസർ നോക്കാനാണെന്നുണ്ടെങ്കിൽ മീഡിയടെക്കിന്റെ ഡിമെൻസിറ്റി 7300 അൾട്ര എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. 8GB അല്ലെങ്കിൽ 12GB റാം വേരിയന്റിൽ ഫോൺ വരുന്നുണ്ട്. LPDDR4X ആണ് റാം വരുന്നത്. 128GB ആണ് ബേസ് മോഡൽ മെമ്മറി വരുന്നത്. സ്റ്റോറേജ് നോക്കാനാണെന്നുണ്ടെങ്കിൽ UFS 2.2 ആണ് സ്റ്റോറേജ് വരുന്നത്. 50 മെഗാ പിക്സലാണ് മെയിൻ സെൻസർ വരുന്നത്. അത് സോണി സെൻസറാണ്. സോണിയുടെ LYT600 എന്ന് പറഞ്ഞ സെൻസർ വരുന്നുണ്ട്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും വരുന്നുണ്ട്.
20 മെഗാ പിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്, 5500 mAh ബാറ്ററിയും അതുപോലെ തന്നെ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ പ്രതീക്ഷിക്കാവുന്ന പ്രൈസ് എന്ന് പറയുന്നത് 27,000 ആണ്. ഈ 27,000 എന്നുള്ളത് മേ ബി ഒരു 25,000 താഴെ ആകാനും ചാൻസ് ഉണ്ട്. പക്ഷേ ആ ഒരു പ്രൈസ് റേഞ്ചിലായാലും നമുക്ക് ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 7300 അൾട്ര എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. ഈ സെയിം പ്രോസസ്സർ വരുന്ന വേറൊരു ഫോൺ എന്ന് പറയുന്നത് നത്തിങ്ങിൻ്റെ CMF ഫോൺ 1 ആണ്. അതായത് 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിനകത്ത് വരുന്ന സെയിം പ്രോസസ്സറാണ് നമുക്ക് ഈ ഫോണിനകത്തും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോണിൽ ഞാൻ ഒട്ടും എക്സൈറ്റഡ് അല്ല. അടുത്ത ഫോൺ നോക്കാനാണെന്നുണ്ടെങ്കിൽ റിയൽമിയുടെ 14 Pro ആണ് വരുന്നത്. 6.72 ഇഞ്ച് വരുന്ന സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രോസസ്സർ നോക്കാനാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 7025 അൾട്ര എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. 8GB അല്ലെങ്കിൽ 12GB റാം വേരിയൻറ്റ് വരുന്നുണ്ട്. LPDDR4X ആണ് റാം വരുന്നത്. ബേസ് മോഡലിൽ 128GB ആണ് വരുന്നത്. 256GB വേരിയൻറ്റും വരുന്നുണ്ട്. സ്റ്റോറേജ് നോക്കാനാണെന്നുണ്ടെങ്കിൽ UFS 2.2 ആണ് വരുന്നത്. ഇതിനകത്ത് വരുന്ന ക്യാമറയെ പറ്റി കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടിയിട്ടില്ല. എടുത്തു പറയേണ്ട കാര്യം ഇതിനകത്ത് 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ തന്നെ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 15 വരുന്നത്. റിയൽമി UI 6 ആണ്. ഈ ഫോണിൽ ലോഞ്ച് ആകാൻ പോകുന്നത് ഡിസംബർ അവസാനത്തോടു കൂടിയാണ്. ഈ ഫോണിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 25,000 രൂപയാണ്. ഈ 25,000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ഫോണിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 7025 അൾട്ര എന്ന് പറഞ്ഞ പ്രോസറാണ്. ഒരിക്കലും ഈ 25,000 രൂപയ്ക്ക് മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 7025 എന്ന് പറഞ്ഞ പ്രോസറോട് കൂടിയ ഫോണൊന്നും വാങ്ങരുത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇഷ്ടംപോലെ നല്ല ഫോണുകൾ, നല്ല പ്രോസറോട് കൂടിയുള്ള ഫോണുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഇപ്പം തന്നെ ഒഴിവാക്കാനേ ഞാൻ പറയുള്ളൂ. 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ താഴെ ഈ രണ്ട് ഫോണുകളാണ് വരുന്നത്. നമുക്ക് ഈ മാസം റിലീസാകാൻ പോകുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകളായിരിക്കാം നോക്കാം. ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ എന്ന് പറയുമ്പോൾ ആദ്യം ലോഞ്ച് ആകാൻ പോകുന്ന iQൻ്റെ 13 ആണ്. 6.78 ഇഞ്ച് വരുന്ന അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 1.5K റെസൊല്യൂഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പ്രോസസ്സർ നോക്കാനാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 888 എന്ന് പറഞ്ഞ പ്രോസസ്സർ വരുന്നുണ്ട്. 8GB ആണ് ബേസ് മോഡലിൽ വരുന്നത്. അതുപോലെ തന്നെ 12GB റാം വേരിയൻറ്റും വരുന്നുണ്ട്. LPDDR5X ആണ് റാം വരുന്നത്. ബേസ് മോഡലിൽ 256GB മെമ്മറി വരുന്നുണ്ട്. അതുപോലെ തന്നെ 512GB വേരിയൻറ്റും വരുന്നുണ്ട്. സ്റ്റോറേജ് നോക്കാനാണെന്നുണ്ടെങ്കിൽ UFS 4 അൾട്രയാണ് സ്റ്റോറേജ് വരുന്നത്. ക്യാമറ നോക്കാനാണെന്നുണ്ടെങ്കിൽ 50 മെഗാ പിക്സലാണ് മെയിൻ സെൻസർ വരുന്നത്. അതുപോലെ തന്നെ 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 50 മെഗാ പിക്സലിൻ്റെ പെരിസ്കോപ്പിക് ലെൻസും വരുന്നുണ്ട്. 32 മെഗാ പിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. 6000 mAh ആണ് ബാറ്ററി വരുന്നത്. അതുപോലെ തന്നെ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. IP68 അല്ലെങ്കിൽ IP69 ആണ് ഫോണിൽ വരുന്നത്. ആൻഡ്രോയിഡ് 15 അധിഷ്ഠിതമായിട്ടുള്ള ഫണ്ട് ചോയ്സിലാണ് ഫോൺ വരുന്നത്. ഫോൺ ലോഞ്ച് ആകാൻ പോകുന്നത് ഡിസംബർ 3-ാം തീയതിയാണ്. മേ ബി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഫോൺ ലോഞ്ച് ആയിട്ടുണ്ടാവും. ഞാനിന്ന് ഷൂട്ട് ചെയ്യുന്നത് ഡിസംബർ 1-ാം തീയതിയാണ്. 2 ദിവസം ഫോൺ ലോഞ്ച് ആവും. ഞാൻ അന്നേരത്തേക്കും ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇടുമെന്നറിയില്ല. എക്സ്പെക്റ്റഡ് പ്രൈസ് വരുന്നത് ഏകദേശം 60,000 രൂപയാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വാങ്ങാൻ പറ്റിയ നല്ല ഇടിവെട്ട് ഫോണാണെന്ന് പറയാം. ഇനി അടുത്തൊരു ഫോൺ നോക്കാനാണെന്നുണ്ടെങ്കിൽ വിവോയുടെ X200 എന്ന് പറഞ്ഞ ഫോൺ ലോഞ്ച് ആകുന്നുണ്ട്. 6.67 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ്. 1.5K റെസൊല്യൂഷനൊക്കെ വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. പ്രോസസ്സർ നോക്കാനാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 9400 എന്ന് പറഞ്ഞ പ്രോസസ്സർ വരുന്നുണ്ട്. 8GB അല്ലെങ്കിൽ 12GB റാം വേരിയൻറ്റുകൾ വരുന്നുണ്ട്. LPDDR5X ആണ് റാം വരുന്നത്. 256GB അല്ലെങ്കിൽ 512GB വേരിയൻറ്റിലാണ് സ്റ്റോറേജ് വരുന്നത്. UFS 4.0 ആണ് സ്റ്റോറേജ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 50 മെഗാ പിക്സലിൻ്റെ പെരിസ്കോപ്പി ലെൻസും വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5800 mAh ആണ് ബാറ്ററി വരുന്നത്. അതുപോലെ തന്നെ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 15 അധിഷ്ഠിതമായിട്ടുള്ള ഫണ്ട് ചോയ്സിലാണ് ഫോൺ ലോഞ്ച് ആകുന്നത്. ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത് ഏകദേശം ഡിസംബർ പകുതിയോടുകൂടി ലോഞ്ച് ആവും. എക്സ്പെക്റ്റഡ് പ്രൈസ് വരുന്നത് ഏകദേശം 70,000 രൂപയാണ്. ആ ഒരു 70,000 രൂപയ്ക്ക് വാങ്ങാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു ക്യാമറ ഉള്ളൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത ഫോൺ ലോഞ്ച് ആകാൻ പോകുന്നത് ഷിയോമിയുടെ 15 6.36 ഇഞ്ച് വരുന്ന LTPO OLED പാനലാണ് വരുന്നത്. 1.5K റെസൊല്യൂഷൻ വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഒരു ഒതുങ്ങിയ ഫോണാണ്. അത്ര വലിപ്പമുള്ള ഫോണൊന്നുമല്ല, ഒരു ഒതുങ്ങിയ ഫോണാണ്. സ്നാപ്ഡ്രാഗൻ്റെ 888 എന്ന് പറഞ്ഞ പ്രോസർ വരുന്നുണ്ട്. 8GB അല്ലെങ്കിൽ 12GB റാം വേരിയൻറ്റ് വരുന്നുണ്ട്. LPDDR5X ആണ് റാം വരുന്നത്. ബേസ് മോഡൽ 256GB അതുപോലെ തന്നെ 512GB ഒരു വേരിയൻറ്റ് വരുന്നുണ്ട്. UFS 4.0 ആണ് സ്റ്റോറേജ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നത് 50 മെഗാ പിക്സലാണ്. 50 മെഗാ പിക്സലിൻ്റെ പെരിസ്കോപ്പിക് ലെൻസും വരുന്നുണ്ട്. 32 മെഗാ പിക്സലിൻ്റെയാണ് സെൽഫി ക്യാമറ വരുന്നത്. 5400 mAh ആണ് ബാറ്ററി വരുന്നത്. അതുപോലെ തന്നെ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 15 അധിഷ്ഠിതമായിട്ടുള്ള HyperOS 2.0 ആണ് ഫോണിൽ വരുന്നത്. ഈ ഫോൺ ലോഞ്ച് ആകാൻ പോകുന്നത് ഏകദേശം ഡിസംബർ പകുതിയോടുകൂടിയാണ്. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 60,000 രൂപയാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ആകാൻ പോകുന്ന എനിക്ക് തോന്നുന്ന ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണായിരിക്കും. സ്ക്രീനൊന്നും വലിയ സൈസൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഫോണുകളാണ് ഇനി ഈ മാസം ലോഞ്ച് ആകാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേ ബി ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചില ഫോണുകളൊക്കെ ലോഞ്ച് ആയിട്ടുണ്ടാവും.
എൻ്റെ എഡിറ്റിങ്ങിലൊക്കെ ഇച്ചിരി മടിയാണ്, സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ലോഞ്ച് ആകാൻ പോകുന്ന ഫോണുകളിൽ ഏതെങ്കിലും ഫോണിൽ എക്സൈറ്റഡ് ആണോ എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഏതാണെന്നുള്ളതും ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.